ചേട്ടാ, ശബരിമലയിൽ വൻ വീഴ്ചയുണ്ടായി. ദ്വാരപാലക വിഗ്രഹങ്ങൾ കാണാനില്ല. എന്താ സംഭവിച്ചത്? സത്യത്തിൽ അതാണ് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താ സംഭവിച്ചത്. കാരണം ഈ മാസം 20-ാം തീയതിയാണെന്ന് തോന്നുന്നു നമ്മുടെ പമ്പയിൽ വെച്ചിട്ട് ആഗോള അയ്യപ്പ സംഗമം നടക്കാൻ വേണ്ടി പോവുകയാണ്. ചരിത്രത്തിൽ ഇന്നോളം ഇല്ലാത്ത രീതിയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ അയ്യപ്പ സംഗമം മാത്രം എന്താണ് സംഘടിപ്പിക്കുന്നത് എന്നൊരു ചോദ്യം ഒരു ഭാഗത്ത് ഉയരുന്നുണ്ട്. ഇവിടെ ഗുരുവായൂർ ക്ഷേത്രമുണ്ട്, വളരെ പ്രചാരത്തിലുള്ള ക്ഷേത്രമാണ്. ഒരുപാട് ഭക്തന്മാരുള്ള ഇസ്കോണിന്റെ നേതൃത്വത്തിൽ ലോകത്താകമാനം ഒരുപാട് ഭക്തന്മാരുള്ള ക്ഷേത്രമാണ് ഗുരുവായൂർ ക്ഷേത്രം. എന്തുകൊണ്ട് ഒരു ഗുരുവായൂർ ഭക്തജന സംഗമം സംഘടിപ്പിക്കാതെ? തിരിച്ച് നമ്മൾ കണ്ണൂർ പോയി കഴിഞ്ഞാൽ അവിടെ രാജരാജേശ്വര ക്ഷേത്രമുണ്ട്, അമിത്ഷാ വരെ വന്ന് പ്രാർത്ഥിച്ച ക്ഷേത്രമാണ്. അവിടെ ഒരു എന്താ പറയാ, ഈ പറയുന്ന ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കാത്തത്? ഇനി തിരുവനന്തപുരത്ത് ആറ്റുകാൽ ക്ഷേത്രമുണ്ട്, സ്ത്രീ സുരക്ഷയുള്ള ഗവൺമെന്റ് അല്ലേ ഇത്, അവിടെ ഒരു പരിപാടി സംഘടിപ്പിച്ചുകൂടെ? അപ്പൊ ഇതൊന്നുമല്ല കാര്യം. പല കാര്യങ്ങൾ പറയുന്നുണ്ട്, ജ്യോതിഷന്മാർ പറഞ്ഞിട്ടാണെന്ന് പറയുന്നു, ഇനി അതല്ല വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനാണെന്ന് പറയുന്നു. എന്തായാലും ഇത് നടക്കാൻ പോകുന്നതിനിടയിലാണ് വളരെ ഗുരുതരമായ പരാതി പുറത്തു വന്നിരിക്കുന്നത്. അതായത് ശബരിമലയ്ക്ക് അകത്ത് ഏതെങ്കിലും ഒരു തരത്തിൽ എന്തെങ്കിലും ഒരു പ്രവർത്തനം നടത്തണമെങ്കിൽ, പ്രവർത്തനം എന്ന് ഞാൻ പറയുന്നത് ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനം അല്ലെങ്കിൽ അറ്റകുറ്റപ്പണി അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അത്തരത്തിലുള്ള മെയിൻ്റനൻസുകളൊക്കെ നടത്തണമെങ്കിൽ അതിൽ നിർബന്ധമായിട്ടും ശബരിമലയിലെ ആഭ്യന്തര ഭരണ സമിതിക്കൊപ്പം തന്നെ അവിടുത്തെ ഹൈക്കോടതി നിയോഗിച്ചിട്ടുള്ള സ്പെഷ്യൽ കമ്മീഷണറുണ്ട്, അദ്ദേഹത്തിൻ്റെയും ദേവസ്വം ബെഞ്ചിൻ്റെയും അനുമതി നിർബന്ധമാണ്. ഹൈക്കോടതിയിലെ ദേവസ്വം ബെഞ്ചാണ് ശബരിമലയിലെ മുഴുവൻ കാര്യങ്ങളും ഇപ്പോൾ നിയന്ത്രിക്കുന്നത്. അവിടെ സംസ്ഥാന സർക്കാരിന് പോലും നേരിട്ട് ഇടപെട്ട് ഹൈക്കോടതിയുടെ അനുമതി ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതിനിടയിലാണ് ഈ പറയുന്നത് പോലെ ശബരിമല ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന് നേരെ മുമ്പിലായിട്ട് ദ്വാരപാലകരുടെ 2 വിഗ്രഹമുണ്ട്. ദ്വാരപാലക വിഗ്രഹം എന്ന് പറയുന്നത് ഏതൊരു ക്ഷേത്രത്തിലും അവിടുത്തെ ഒരു മൂർത്തി ഉണ്ടാവുമല്ലോ, പ്രധാനപ്പെട്ട ഒരു മൂർത്തി ഉണ്ടാവും. ആ മൂർത്തിക്ക് സംരക്ഷകരായി നിൽക്കുന്ന ദേവതാ സങ്കല്പങ്ങളെയാണ് നമ്മൾ ദ്വാരപാലകർ എന്ന് പറയുന്നത്. പലതരത്തിലുള്ള ദ്വാരപാലകരുണ്ടാവും. ഇപ്പൊ വീരഭദ്രനൊക്കെ ദ്വാരപാലകനായിട്ടുള്ള ക്ഷേത്രങ്ങളുണ്ട്, പല ഭൈരവനുള്ള ക്ഷേത്രങ്ങളുണ്ട്, ഇനി അതാത് ദ്വാരപാലക വിഗ്രഹങ്ങൾ തന്നെയുള്ള ക്ഷേത്രങ്ങളുണ്ട്. അപ്പൊ ദ്വാരപാലക വിഗ്രഹങ്ങൾ അവിടെ സ്വർണം പൂശിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ബാംഗ്ലൂരിലുള്ള ഒരു ഭക്തൻ, അദ്ദേഹത്തിന്റെ നേർച്ചയായിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ശബരിമല ക്ഷേത്രത്തിലെ ഈ പറയുന്ന ശ്രീകോവിൽ മുഴുവൻ സ്വർണം പൂശിയുണ്ടായി. ആ സ്വർണം പൂശിയതിന്റെ കൂടെയാണ് ഈ ദ്വാരപാലക വിഗ്രഹത്തിനും സ്വർണം പൂശിയത്. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ആചാരപരമായിട്ട് എപ്പോഴും ഒരു മൂർത്തിക്കൊപ്പം പ്രാധാന്യമുള്ള വിഗ്രഹങ്ങളാണ് ദ്വാരപാലക വിഗ്രഹങ്ങൾ. നമ്മൾ ദ്വാരപാലകരെ തൊഴുതിട്ടാണ് മൂർത്തിയെ തൊഴാൻ പാടുള്ളൂ എന്നാണ് പറയാം. ഈ ദ്വാരപാലകരെ തൊഴാതെ നമ്മൾ മൂർത്തിയെ തൊഴുതിട്ട് വലിയ പ്രയോജനമില്ല എന്ന് പോലും തന്ത്രം പറയുന്നുണ്ട്. അപ്പോ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഭഗവാന്റെ അടുത്ത് നിന്ന് ഈ ദ്വാരപാല വിഗ്രഹങ്ങൾ എടുത്തുകൊണ്ടു പോവുക എന്ന് പറയുന്നത് എത്രത്തോളം ആചാര ലംഘനമാണ് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടത്. അതായത് ഇവിടത്തെ ദേവസ്വം ബോർഡും അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് നേതൃത്വം കൊടുക്കുന്ന മറ്റാളുകളും ഒക്കെ ചേർന്നുകൊണ്ട് അവിടെ നിന്ന് ഈ ദ്വാരപാലക വിഗ്രഹത്തിന് ചെറിയ തട്ടലും മുട്ടലും ചെറിയ പൊട്ടൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അത് പരിഹരിക്കാൻ അവിടെ നിന്ന് ഈ വിഗ്രഹത്തെ എടുത്ത് കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. എവിടത്തേക്കാണ് കൊണ്ടുപോയത്? ചെന്നൈയിലേക്കാണ്. ചെന്നൈയിൽ അമ്പത്തൂരിലേക്കാണ് എന്ന് കേൾക്കുന്നു. ഈ ചെന്നൈയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ ദ്വാരപാലക വിഗ്രഹം മെയിൻറ്റെയിൻ ചെയ്യാൻ എന്തിനാണ് ചെന്നൈയിൽ കൊണ്ടുപോകുന്നത്? കേരളത്തിൽ സ്ഥലമില്ലേ? 2, ശബരിമലയിലെ ദ്വാരപാലക വിഗ്രഹം അവിടെ വന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ ഉള്ള സ്വർണ്ണപ്പണിക്കാർ ഇവിടെ കിട്ടാനില്ലേ? അത് ശരിക്കും ഒരു പോയിന്റ് ആണ് അല്ലേ? ഇതൊരു ചോദ്യമല്ലേ? ശബരിമല ക്ഷേത്രത്തിനകത്ത് നമ്മൾ ഇവിടെയുള്ള ഏത് പ്രധാനപ്പെട്ട ജ്വല്ലറിയില് ജീവനക്കാരായിക്കോട്ടെ അല്ലെങ്കിൽ ക്ഷേത്ര വക തന്നെ സ്വർണ്ണപ്പണിക്കാരുണ്ട്, ക്ഷേത്രത്തിൻ്റെതായ സ്വർണ്ണപ്പണികൾ ചെയ്യുന്നതാണ്. അതെ, അല്ല ഞാൻ പറയുന്നത് കേരളത്തിൽ ക്ഷേത്രത്തിന് തന്നെ പണികൾ ചെയ്യുന്ന ഒരുപാട് സ്വർണ്ണപ്പണിക്കാരുണ്ട്. അത്തരത്തിൽ ആരെയെങ്കിലും വിളിച്ചിട്ട് അവിടെ നിന്ന് ചെയ്യിക്കാമല്ലോ. എന്തിനാണിത് ചെന്നൈയിലേക്ക് കടത്തിയത്? ചെന്നൈയിലേക്ക് കടത്തിയതിന്റെ പേരിൽ എന്താണ് ലക്ഷ്യം വെക്കുന്നത്? ഇതൊക്കെ പുറത്തു വരേണ്ട കാര്യമാണ്. മാത്രമല്ല, ഇതിലൊരു ഒരു ദുരുദ്ദേശമില്ലായിരുന്നെങ്കിൽ ഹൈക്കോടതിയെ, ദേവസ്വം ബെഞ്ചിനെ അറിയിക്കാതെ ശബരിമല സ്പെഷ്യൽ കമ്മീഷണറെ നോക്കുകുത്തിയാക്കി അദ്ദേഹത്തിന് വിവരം പോലും കൊടുക്കാതെ എങ്ങനെയാണ് ഈ കാര്യം ചെയ്യാൻ കഴിഞ്ഞത്? ഈ പാളികളാണ്, അതായത് ഈ ദ്വാരപാലക വിഗ്രഹത്തിന്റെ പല പാളിയുണ്ട്. അതിന്റെ മുഖത്തെ പാളിയാണ് കൊണ്ടുപോയത് എന്ന് പറയുന്നു. അതോടെ വിഗ്രഹം മൊത്തമായിട്ടാണ് കൊണ്ടുപോയതെന്ന് പറയുന്നു. അത് ഇതുവരെ പുറത്തു വന്നിട്ട് മുഴുവൻ വിവരങ്ങളും പുറത്തു വന്നിട്ടില്ല.
എന്തായാലും അത് ഏത് പാളിയാണ് കൊണ്ടുപോയതെങ്കിലും അതിൽ ക്രമക്കേടുകൾ നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇവിടെ നിന്ന് കൊണ്ടുപോയ അതേ കനത്തിൽ തന്നെയാണോ ഇത് കൊണ്ടുവരുന്നത് നമുക്കറിയില്ലല്ലോ. ഇതിൽ എന്തൊക്കെ മായം ചേർക്കാൻ പറ്റും? അത്രയേറെ വില കൂടിയ ഒരു വിഗ്രഹമാണിത്, നമ്മൾ മനസ്സിലാക്കണം. ആ വിഗ്രഹത്തെയാണ് ഒരു മര്യാദയും പാലിക്കാതെ, ആചാരം പാലിക്കാതെ, അല്ല അത് ദേവസ്വം ബോർഡിന്റെ പിന്നെ മീൻസ് ഞാൻ പറയുന്നത് ദേവസ്വം ബോർഡാണല്ലോ എല്ലാ ക്ഷേത്രങ്ങളും ഭരിക്കുന്നത്. ദേവസ്വം ബോർഡിനകത്തുള്ളത് ആരാണ്? ദേവസ്വം ബോർഡിനകത്ത് ഇപ്പൊ ഭരിക്കുന്ന സർക്കാരിന്റെ പിടിയാളുകളെ കടത്തി അവരെല്ലാം കൂടി കയറി കൂടി അവിടെ ഭരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അത്തരം സാഹചര്യങ്ങളിൽ ഇവർക്ക് കോടതിയോട് പുല്ലുവിലയാണ്, ഇവരുടെ സ്പെഷ്യൽ കമ്മീഷനോട് പുല്ലുവിലയാണ്. എല്ലാ അമ്പലങ്ങളും ഭരിക്കുന്നത് ഞങ്ങളാണ്, ദൈവത്തിലോ വിശ്വാസമില്ല, പക്ഷെ ദൈവത്തിന്റെ സ്വത്തിൽ ഞങ്ങൾക്ക് നല്ല വിശ്വാസമാണ്. ഈ അമ്പലങ്ങൾ, ഈ ദേവസ്വം ബോർഡ് ഒരു ക്ഷേത്രം ഏറ്റെടുക്കണമെങ്കിൽ ഇപ്പം ഒരു ഗതിക്കും പരഗതിക്കും പിന്നെ എന്താണ് വഴിയില്ലാത്ത നിത്യപൂജ മുടങ്ങിക്കിടക്കുന്ന ഒരു ക്ഷേത്രം ദേവസ്വം ബോർഡ് ഏറ്റെടുക്കില്ല. കാര്യം എന്താണെന്നറിയോ? അവിടെ വരുമാനമില്ല. വരുമാനമുള്ള ക്ഷേത്രം മാത്രമേ ദേവസ്വം ബോർഡ് ഏറ്റെടുക്കൂ. ഇനി ദേവസ്വം ബോർഡിന് മാത്രം പ്രത്യേകതയുണ്ട്, അവരുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഏത് ക്ഷേത്രം വേണമെങ്കിൽ സ്വമേധയായി ഏറ്റെടുക്കാം. അതിനാരും ഒന്നും പറയാൻ പാടില്ല. അങ്ങനെയുള്ള ചില പ്രത്യേക കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏത് കുടുംബത്തിന്റെ അടുത്തു നിന്നായാലും ഏത് പിന്നെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നായാലും അവർക്ക് സ്വമേധയാ വന്ന് ക്ഷേത്രം ഏറ്റെടുക്കാം എന്നൊരു ഏത് നിയമമാണെന്ന് എനിക്കറിയില്ല, ആ നിയമം കൂടി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അത് അത്തരത്തിൽ പ്രവർത്തിക്കുന്ന ദേവസ്വം ബോർഡിന്റെ അടുത്ത് നിന്ന് ഇത്രയ്ക്കും വലിയൊരു ഗുരുതരമായ തെറ്റ് വന്നിട്ട് ഇവരാണിപ്പോ ഈ ആഗോള അയ്യപ്പ സംഗമം നടത്താൻ പോകുന്നത്. ഞാൻ പറയുന്നത് അയ്യപ്പന്റെ വിഗ്രഹം ശബരിമലയിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി ചെന്നൈയിൽ കൊണ്ടുപോയിട്ട് പിന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് എങ്ങനെ ഉണ്ടാവും? അതൊന്ന് ആലോചിച്ച് നോക്കി. ശബരിമലയിലെ അയ്യപ്പ വിഗ്രഹം ഉണ്ടല്ലോ, പഞ്ചലോഹ വിഗ്രഹം ഉണ്ടല്ലോ, ആ അയ്യപ്പ വിഗ്രഹം അവിടെ നിന്ന് എടുത്തിട്ട് ഈ പുറത്ത് കൊണ്ടുപോയി മെയിൻറ്റെയിൻ ചെയ്ത് ഞങ്ങളൊന്ന് ചെന്നൈ കൊണ്ടുപോയി വരട്ടെ എന്ന് പറഞ്ഞു പോയാൽ എങ്ങനെയായിരിക്കും? അവിടെ നടയടച്ചവരെ തുറക്കാൻ പാടില്ല. ആ വിഗ്രഹം അവിടെ നിന്ന് എടുത്തുകൊണ്ടുപോയി എന്തായിരിക്കും അവസ്ഥ? ഇതേ കാര്യമാണ് ഇപ്പോ ഈ ദ്വാരപാലക പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടും ശബരിമലയിൽ സംഭവിച്ചിരിക്കുന്നത്. ശബരിമലയിലെ ദ്വാരപാലക പ്രതിഷ്ഠ മൂർത്തിയുള്ള കാലത്തോളം അവിടെ ആ പ്രതിഷ്ഠ ഉണ്ടാവണം. അവരെ മറികടന്നിട്ടും അവിടെ സംരക്ഷണമായിട്ട് നിൽക്കുകയാണ് ആചാരപ്രകാരം. ആ ആചാരം എപ്പോഴും തുടരണം. അവിടെ ഒരിക്കലും ആ ദ്വാരപാലകരെ എടുത്ത് മാറ്റാൻ പറ്റില്ല. അവിടെ വന്ന് അതിന് മെയിൻറ്റെയിൻ ചെയ്യണം. അതിന് പകരം ഈ സ്വർണം പൂശിയ ഈ ദ്വാരപാല വിഗ്രഹത്തിന്റെ പാളികളായാലും വിഗ്രഹം തന്നെ ആയാലും എടുത്തു കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ വലിയ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഒരിക്കൽ അവിടെ യുവതീ പ്രവേശനവും മറ്റു കാര്യങ്ങളും ഒക്കെ വെച്ച് അവിടെ അവിശ്വാസികളായ യുവതികളെ വീട്ടിൽ കൊണ്ടുപോയി പോലീസുകാരുടെ സേവനം അവർക്ക് കൊടുത്ത് അവരെ അവിടെ നിന്ന് കൂട്ടി പാതിരാത്രിയുടെ മറവിൽ ശബരിമല കയറ്റിയ ഒരു ഗവൺമെന്റ് ഇന്ന് ആഗോള അയ്യപ്പ സംഗമം നടക്കുമ്പോൾ വിശ്വാസികളോടൊപ്പമാണ് ഞങ്ങളെന്ന് പറയുമ്പോൾ ഇവിടെ വീണ്ടും നടന്നുകൊണ്ടിരിക്കുന്നത് തട്ടിപ്പുകളുടെ ഘോഷയാത്രയാണ് എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ശബരിമല വിശ്വാസികളായിട്ടുള്ള ഹൈന്ദവ വിശ്വാസികളായിട്ടുള്ള ആളുകളുടെ ഓരോ ആൾക്കാരുടെയും മനസ്സിന് മുറിവേൽപ്പിക്കുന്ന പ്രവർത്തനം വീണ്ടും വീണ്ടും സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുകയാണ്. ഇത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ ആളുകളും ഗൗരവമായിട്ട് കാണേണ്ട കാര്യമാണ്. ശബരിമലയിലെ ദേവസ്വം ബോർഡിന്റെ വിധി അല്ലെങ്കിൽ ദേവസ്വം ബെഞ്ചിന്റെ നിരീക്ഷണം, ദേവൻ രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ള ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിരീക്ഷിച്ച പല കാര്യങ്ങളും ഈ പറയുന്ന ശബരിമലയിൽ നടക്കുന്നില്ല എന്നുള്ളത് ഏറെ ഗൗരവത്തോടെ കാണേണ്ടതും അതിലേറെ പ്രാധാന്യമുള്ളതുമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിൽ എന്തെങ്കിലും ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം ഉടനെ തന്നെ അത് അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ്.